അർണോൾഡ് ഷ്വർസനേഗർ തന്റെ അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. അദ്ദേഹം ബോഡി ബിൽഡർ ആയ ശേഷം മിസ്റ്റർ യൂണിവേഴ്സ് പട്ടം കിട്ടിയ ശേഷം അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ചു. അതിനായി അദ്ദേഹം കോളേജിൽ ഇംഗ്ലീഷ് പഠിക്കാനായി ചേർന്നു. അതുപോലെ തന്നെ തന്റെ ഇംഗ്ലീഷ് ആക്സന്റ് മെച്ചപ്പെടുത്തുവാനായി ആക്സന്റ് റിമൂവൽ ക്ലാസുകൾക്കും അതുപോലെ തന്നെ ആക്ടിംഗ് ക്ലാസുകൾക്കും ചേർന്നു. അങ്ങനെ കുറെ നാളുകൾ ദിവസം മുഴുവനും അദ്ദേഹം പ്രയത്നിച്ചു. എന്നാൽ പലരും പറഞ്ഞു, ഈ ബോഡി കൊണ്ടൊന്നും ഇക്കാലത്ത് സിനിമയിലൊന്നും കയറാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഈ ഇംഗ്ലീഷ് ആക്സന്റും മറ്റുമായി സിനിമയിൽ വിജയിക്കാനൊന്നും സാധിക്കുകയില്ല. എന്നാൽ അദ്ദേഹം അതൊന്നും ശ്രദ്ധിച്ചില്ല. അദ്ദേഹം പറയുന്നു, ടു ബി സക്സസ്ഫുൾ ഡു നോട്ട് ലിസൺ ടു നെയ്സേയേഴ്സ്. അദ്ദേഹം വളരെ കഠിനമായി തന്നെ പ്രയത്നിച്ചു. അങ്ങനെ അദ്ദേഹം തന്റെ ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചു, ഹെർക്യുലസ്. എന്നാൽ അതിന് കാര്യമായ വിജയമൊന്നും ഉണ്ടായില്ല. എന്നാൽ അതൊന്നും അദ്ദേഹത്തെ തളർത്തിയില്ല. അദ്ദേഹത്തിന് അതേ വിഷൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം പല സിനിമകളിലും അഭിനയിച്ചു. കോനൻ ദി ബാർബേറിയൻ എന്ന സിനിമ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. അത് പുറത്തിറങ്ങിയപ്പോൾ അത് ബോക്സ് ഓഫീസിൽ നമ്പർ 1 ഹിറ്റായി മാറി. ഒരു പ്രസ് കോൺഫറൻസിൽ അതിലെ ഡയറക്ടർ പറഞ്ഞത്, അർണോൾഡിനെ ഈ സിനിമയിൽ സ്റ്റാറായി കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഒരു പുതിയ അർണോൾഡിനെ ഈ സിനിമയ്ക്കായി സൃഷ്ടിക്കേണ്ടി വരുമായിരുന്നുവെന്ന്. അങ്ങനെ ഒരു ലയബിലിറ്റിയായി തോന്നിയ അദ്ദേഹത്തിന്റെ ശരീരം അങ്ങനെ അദ്ദേഹത്തിനൊരു അസറ്റായി മാറി. ഇതുപോലെ തന്നെയായിരുന്നു ടെർമിനേറ്റർ എന്ന സിനിമയിലും. ഡയറക്ടർ ജെയിംസ് കാമറൺ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്, അർണോൾഡിന് ഇത്തരത്തിലുള്ള ഒരു ആക്സന്റ് ഉച്ചാരണം ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഒരു യന്ത്രത്തെ പോലെ മെഷീൻ പോലെ സംസാരിക്കുമായിരുന്നില്ലെങ്കിൽ ഈ മൂവി ഒരു വിജയമാകുമായിരുന്നില്ല എന്ന്. അതുകൊണ്ട് ഡു നോട്ട് ലിസൺ ടു നെയ്സേയേഴ്സ്. മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവായ കാര്യങ്ങളെ ശ്രദ്ധിക്കാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അതിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് പരിശ്രമിക്കാം.